വാർത്തയിലേക്ക് വിശദമായി. കോട്ടയത്ത് കൈക്കൂലി വാങ്ങിയ 3 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാജൻ, അജിത്, ശിവൻ, അനിലം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇത് ദിവസങ്ങളായിരുന്നു ഇവരുടെ ഈ റെയ്ഡിൽ ഇവരുടെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് അതിന്റെ തെളിവ് സഹിതം പുറത്തു വരികയും ചെയ്തതാണ്. പക്ഷെ മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അക്കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരാണ് പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് MVAമാരാണ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ്. അജിത്, ശിവൻ, ഷാജൻ, ഒപ്പം തന്നെ അനിൽ. ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ ഇവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. രാജീവ് KR എന്ന ഏജന്റിനെതിരെയും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയത്തെ തെള്ളകത്തെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ കൊള്ള നടത്തിയിരുന്നു ഇവർ. ഏതാണ്ട് 18,000-ഓളം രൂപ മാസപ്പടി, അങ്ങനെ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപയുടെ കൈക്കൂലി ഇവർ വാങ്ങിയതിന്റെ ബാങ്ക് വഴിയുള്ള ബാങ്ക് ട്രാൻസാക്ഷന്റെ തെളിവുകൾ അടക്കമാണ് വിജിലൻസ് പിടികൂടിയത്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ, അതായത് ഈ ഏജന്റുമായി സംസാരിക്കുന്നതും പണം ആവശ്യപ്പെടുന്നതും അടക്കമുള്ള ഫോൺ രേഖകൾ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. നമ്മളും അത് പുറത്തു വിട്ടിരുന്നതാണ്. ഇതെല്ലാം പുറത്തു വന്നിട്ടും പക്ഷെ വിജിലൻസ് നടപടി എടുത്തിരുന്നില്ല. ഏതാണ്ട് 13 മാസത്തെ തെളിവുകളാണ് ഇവർക്കെതിരെ ലഭിച്ചിരുന്നത്. ഈ ഷാജനെ കേന്ദ്രീകരിച്ച് ആദ്യം ചില പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ ഷാജനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു സംഘടിതമായ നീക്കമാണ് തെള്ളകത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നടക്കുന്നത് എന്ന് വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു. അവർ തന്ത്രപൂർവ്വം ഇവരെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ ശേഷമാണ് ഈ തെളിവുകളെല്ലാം ഹാജരാക്കുകയും ഇവരെ പിന്നെ വിശദമായി ചോദ്യം ചെയ്യുകയും പലതവണ പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവർ ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പക്ഷേ വിജിലൻസിന്റെ കയ്യിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്. അവർ വളരെ തന്ത്രപരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി, സാധാരണ നിലയിൽ പെട്ടെന്നൊരു കൈക്കൂലി പിടിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കുന്നത് പോലെയല്ല, ഇതൊരു സംഘടിത ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നു. അത് ഇവരെല്ലാവരും ഏതാണ്ട് സ്വന്തം പിതാവിന്റെ അക്കൗണ്ട് ഒരാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു, ഒരാൾ നീതു എസ് നായർ എന്നുള്ള മറ്റൊരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ ഇടപാടുകൾ നടത്തിയിരുന്നത്. അങ്ങനെ സംഘടിതമായി നടത്തിയ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു അഴിമതിയാണ് വിജിലൻസ് പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും അവർക്കെതിരെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. ഏതാണ്ട് 50ഓളം വോയിസ് ക്ലിപ്പുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരുടെ ഫോൺ പിടിച്ചതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണ് വിജിലൻസിന്റെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എസ് ശ്രീജിത്ത് അദ്ദേഹം നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. കമ്മീഷണർ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഉത്തരവും ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായും കൂടുതൽ തുടർ നടപടികളുണ്ടാകും, കൂടുതൽ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അടക്കം വിജിലൻസ് പരിശോധിക്കും. ശരി, ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ കുട്ടയിൽ 2 പേരെ കടുവ കൊന്നു. കുട്ട ചൂരിക്കാട് കാപ്പി എസ്റ്റേറ്റിൽ 12 വയസ്സുകാരനെയും മധ്യവയസ്കനെയുമാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, ഈ മരിച്ചതിൽ 12 വയസ്സുകാരനാണ് ഒരാൾ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും രാവിലെ നമ്മൾ പറഞ്ഞത് 12 വയസ്സുകാരനുള്ള വിവരമാണ് രാവിലെ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയിട്ട്. എന്നാൽ 12 വയസ്സുകാരനല്ല, യുവാവാണ്. 18 വയസ്സുകാരനായ കുൻസൂർ സ്വദേശിയായ ചേതനാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധു രാജു, 72 വയസ്സുള്ള രാജു ആണ് കൊല്ലപ്പെട്ടത്. അത് ഇന്ന് രാവിലെയാണ് രാജുവിനെ കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ ചേതൻ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിച്ചതിനിടെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇന്ന് സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കടുവ ആ പ്രദേശത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. രാജുവിന്റെ മൃതദേഹം ഉൾപ്പെടെ ഈ പ്രദേശത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് കുൻസൂറിലെ നാട്ടുകാർ CCF ഉൾപ്പെടെയുള്ള ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. വലിയ പ്രതിഷേധമാണ് പ്രദേശത്തുണ്ടായിരുന്നത്. ഒരു 24 മണിക്കൂറിനിടയിലാണ് 2 പേരെ കടുവ കൊലപ്പെടുത്തിയത്. ഇവിടുത്തെ കർഷകരും വലിയ രീതിയിൽ ആശങ്കയിലാണ്. തുടർന്ന്
MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയെങ്കിലും വനം വകുപ്പിന്റെ കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ഈ പ്രദേശത്ത് നിന്ന് മാറില്ല, മൃതദേഹം മാറ്റില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. വലിയ പ്രതിഷേധവും തുടരുകയാണ് പ്രദേശത്ത്. രേണുക. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. മൃതദേഹം മാറ്റാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കൊച്ചിയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് 32 ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസ്, KSRTC, സ്കൂൾ ബസ് എന്നിവയിലെ 26 ഡ്രൈവർമാർ പിടിയിലായി. കൊച്ചിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ വ്യാപകമായ രീതിയിലാണ് പരിശോധിക്കപ്പെടുന്നത്. എറണാകുളം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത്. ഇതിൽ സ്വകാര്യ ബസ്സുകളും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. സംയോജിതമായ ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പ്രധാനമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ബസ് അപകടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ രീതിയിൽ പോലീസിന് വിമർശനം നേരിട്ടിരുന്നു. നടപടികളുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു. DCP വിളിച്ചു വരുത്തിയാണ് ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെ പൊതുവിൽ അത്തരം ബസ്സുകൾ പരിശോധിക്കപ്പെടണമെന്ന് കേരളത്തിൽ പൊതുവിൽ തന്നെയും അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നത്. കൊച്ചിയിൽ 20ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇതനുസരിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നു വന്നത്, പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. ഇതിൽ 22ഓളം ഡ്രൈവർമാർ, സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെയും സ്കൂൾ ബസ്സുകൾ, 4 സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ കസ്റ്റഡിയെടുത്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് 2 KSRTC ബസ് ഡ്രൈവർമാരും മദ്യപിച്ചുള്ള ഈ വാഹന പരിശോധനയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ 22ഓളം ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കർശനമായ രീതിയിൽ തന്നെ പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കൂടി നിരീക്ഷണത്തിന്റെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ കൂടി ആവശ്യപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധനകൾ കർശനമാക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചുള്ളത്. KSRTC ബസ്സുകളിലേക്കും അടക്കം പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം സ്കൂൾ ബസ്സുകളിൽ എത്രമാത്രം ജാഗ്രതയുണ്ട് എന്നതുകൂടി കാണിക്കുന്നതാണ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയുണ്ടായിരുന്ന 4ഓളം സ്കൂൾ ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ശരി, ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ. മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന സംസം ബസ്സിലെ ഡ്രൈവറാണ് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ഫറോക്ക് പേട്ട മുതൽ ഇടിമൂഴിക്കൽ വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ 8 തവണയാണ് ഇയാൾ ഫോൺ വിളിച്ചത്. ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറോട് നാളെ ഹാജരാകാൻ ഫറോക്ക് ജോയിന്റ് RTO നിർദ്ദേശം നൽകി. അലക്ഷ്യമായി വാഹനം ഓടിക്കുക, യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തി. ജീവനക്കാരുടെ കൂട്ട അവധിയിൽ ജില്ലാ കളക്ടർ നാളെ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അർഹതപ്പെട്ട അവധിയാണെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും NGO അസോസിയേഷൻ പറഞ്ഞു. അവധി വിഷയത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. 40 രൂപയുടെ വെള്ളക്കര അടയ്ക്കാൻ നാളെ വാ, മറ്റന്നാൾ വാ, 10-20 കിലോമീറ്റർ അകലെയെന്നാണ് വരുന്നത്. ഇതൊന്നും ക്ഷമിക്കാവുന്നതല്ല. പൊതുജനം കഴുതയായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണിത്. സിവിൽ സർവീസ് ഇങ്ങനെയാണോ? ജീവനക്കാരുടെ കൂട്ട അവധിയിൽ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുകയാണ്. ഓഫീസിലെത്തിയ നാട്ടുകാർ ജീവനക്കാർക്കെതിരെ ശക്തമായ വിമർശനമുയർത്തി. ഇവരെയൊക്കെ സത്യത്തിന് ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കേണ്ട സമയമായി. സാറേ, 40,000, 30,000, 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാ സാറേ. ഇവരെ ശമ്പളം വാങ്ങിക്കുന്നവരാ. ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്തവരുണ്ട്. അവരുടെ ഓട്ടൂടാണ് ഈ ഗവൺമെന്റ്. എന്നാൽ അവധിയെ ന്യായീകരിക്കുന്ന നിലപാടിലാണ് ജീവനക്കാരുടെ സംഘടന. സംഭവത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് വാദം. 19 പേര് താലൂക്ക് ഓഫീസിൽ നിന്ന് ടൂർ പോയിരുന്നു. അവരവരുടെ ഫാമിലി ആയിട്ടാണ് ടൂർ പോയിരുന്നത്. ആ 19 പേരും അർഹതപ്പെട്ട അവധി എടുത്തുകൊണ്ടാണ് ടൂർ പോയത്. ആ അവധി അനുവദിച്ച് തഹസിൽദാർ കൊടുത്തിട്ടാണ് അവർ ടൂർ പോയത്. എന്നാൽ 25 പേര് ഓഫീസിൽ ഹാജരായിരുന്നു. പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ അന്നത്തെ ആ ഒരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ സംഭവിച്ചിട്ടില്ല. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പരാതികളും ഉയർന്നിട്ടില്ല. പ്രതിഷേധങ്ങൾക്കിടെ കൂട്ട അവധിയെടുത്ത ജീവനക്കാർ ഇന്ന് താലൂക്ക് ഓഫീസിൽ തിരികെ എത്തി. 19 ജീവനക്കാരാണ് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോയത്. 63 പേരുള്ള ഓഫീസിൽ 25 പേരായിരുന്നു വെള്ളിയാഴ്ച ജോലിക്കെത്തിയത്. അവധി നൽകാതെ പോയവരോട് വിശദീകരണം ചോദിക്കും. ADM നൽകുന്ന റിപ്പോർട്ട് നാളെ കളക്ടർ റവന്യൂ മന്ത്രിക്ക് കൈമാറും. ഇതിനിടെ പണം നൽകി MLA KU ജിനീഷ് കുമാർ തന്നെ താലൂക്ക് ഓഫീസിൽ എത്തിച്ചതാണെന്ന ജീവനക്കാരുടെ വാദം ഭിന്നശേഷിക്കാരനായ കരുണാകരൻ തള്ളി.
മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുകയാണ്. MLA എനിക്ക് കാശ് തന്നിട്ടുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഒത്തു കളിക്കുകയാണ്. ഇതേ ഞാനുമായിട്ട് നല്ല രീതിയിൽ പോലും ഒന്ന് സംസാരിക്കാനുള്ള ഇടം ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അതിന് സമയമില്ല പുള്ളിക്ക്. കൂട്ട അവധിക്കെതിരെ BJP താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. PV അൻവർ MLAയുടെ കൈവശമുണ്ടായിരുന്ന കക്കാടംപൊയിലിലെ റിസോർട്ടിൽ സ്ഥാപിച്ച തടയണകൾ പൊളിക്കാൻ തുടങ്ങി. 1 മാസത്തിനകം തടയണകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കൽ. ന്യൂസ് 18 ഇംപാക്ട്. PV അൻവർ MLAയുടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടിലെ തടയണകളെക്കുറിച്ച് 2018 സെപ്റ്റംബറിലാണ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകർ 4.5 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയ വിധി. കക്കാടംപൊയിലിലെ PVR നാച്ചുറൽ റിസോർട്ടിലെ 4 അനധികൃത തടയണകളും പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് നടപടി. PVR നാച്ചുറൽ റിസോർട്ട് അധികൃതർ തന്നെയാണ് തടയണകൾ പൊളിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് തടയണകൾ നീക്കം ചെയ്യുന്നത്. ഇവിടെ 3 വലിയ തടയണകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 2017 ഇതുമായി ബന്ധപ്പെട്ട് കൂടരഞ്ഞി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ കൂടി യാതൊരു നടപടിയും ഇതിലുണ്ടായില്ല. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരുന്നു. എന്നാലും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് എല്ലാവരും ഹൈക്കോടതിയെ സമീപിച്ചത്. PVR നാച്ചുറൽ റിസോർട്ടും ഭൂമിയും ഷഫീഖ് ആലുങ്കലിന്റെ ഉടമസ്ഥതയിലാണിപ്പോൾ. PV അൻവർ MLAയുടെ ചീങ്കണ്ണിപ്പാലിയിലെ തടയണയും കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. സർജിക്കൽ ബ്ലോക്കിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. അതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഏത് നിലയ്ക്കാണ് മന്ത്രി ഇടപെടുന്നത്? സ്വാഭാവികമായും ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ കയറി പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഇലക്ട്രിക്കൽ സ്റ്റോറും മറ്റും പ്രവർത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് തീ പിടിച്ചതാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഫയർഫോഴ്സ് നൽകുന്നത്. ഈ അപകടത്തിൽ ആർക്കും, ഈ ഒരു തീപിടുത്തത്തിൽ ആർക്കും അപകടം പറ്റുകയോ പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ്. തീ ഉണ്ടായപ്പോൾ തന്നെ തൊഴിലാളികൾ മാറുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കോട്ടയത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. എന്തായാലും വളരെ വേഗത്തിൽ ഏതാണ്ട് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നാലെ വയനാട് സ്വദേശിയായ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. വിശ്വനാഥന്റെ വീട്ടിലെത്തിയ സ്ഥലം MP രാഹുൽ ഗാന്ധിയോടും കുടുംബം ഈ ആവശ്യം ഉന്നയിച്ചു. അതേസമയം വിശ്വനാഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നേക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരെ കേസിൽ ചോദ്യം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ ആദിവാസി യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ് ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. എന്തോ അവിടെ സംഭവിക്കാണ്ട് അവൻ ചെയ്യൂല, തൂങ്ങി മരിക്കാൻ അവൻ എന്തായാലും പോകില്ല. പിന്നെ അതുമല്ല, ആ സ്ഥലത്ത് നിന്ന് ചാടിയങ്ങാണ്ട് ഒരു മനുഷ്യനാണ്. ഏത് മനുഷ്യന്മാരാണ് ചെറിയൊരു മുറി പറ്റിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ മൈൻഡും പോകും. പിന്നെ മരിക്കാൻ പോകില്ല. പരിക്ക് പറ്റിയത് പിന്നെ ഈ ജസ്റ്റിന്റെ ഇവിടെ അങ്ങനെ ഉണ്ട്. പിന്നെ ഇടത്തേങ്കാലിലെ മുട്ടിന്റെ താഴേക്ക് പൊട്ടിയിട്ടുണ്ട്. വയനാട് MP രാഹുൽ ഗാന്ധി കൽപ്പറ്റയ്ക്കടുത്ത വിശ്വനാഥന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബം രാഹുലിനോട് ഉന്നയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 വയനാട്. സംഭവത്തിൽ
കുടുംബത്തിന് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ അനുവദിച്ചു. കൽപ്പറ്റ പ്രോജക്ട് ഓഫീസർ മുഖേന 2 ലക്ഷം രൂപ ഉടൻ കൈമാറും. സംഭവത്തെപ്പറ്റി ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും വിശദമായ റിപ്പോർട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. യുവാവിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ സമഗ്രവും നീതിയുക്തവുമായി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം തുടരുകയാണ്. പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പള്ളിപ്പുറത്ത് തോമസിന്റെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. നിലവിലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. അശ്വിൻ മല്ലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. തോമസിന്റെ വീട്ടിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തി ബന്ധുക്കളുമായി സംസാരിച്ചു. രാഹുൽ അല്പസമയത്തിനകം തോമസിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ മീനങ്ങാടിയിലെ ഈ യോഗ സ്ഥലത്തേക്ക് വരും. മീനങ്ങാടിയിലാണ് രാഹുലിന്റെ പൊതുയോഗം. വയനാട് മണ്ഡല സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മണ്ഡല സന്ദർശനം തുടങ്ങിയത്. ഇന്ന് വൈകുന്നേരം 3:30-4 മണിയോടുകൂടി തന്നെ ഇവിടെ യോഗം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. മീനങ്ങാടിയിൽ വലിയ പൊതുയോഗമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജോഡോ യാത്രയ്ക്ക് ശേഷം മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളോട് രാഷ്ട്രീയമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നു. 5000-ലധികം ആളുകൾ പങ്കെടുക്കും എന്നാണ് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങൾ മീനങ്ങാടിയിൽ നടത്തിയിട്ടുണ്ട്. തോമസിന്റെ വീട്ടിലെത്തിയ രാഹുൽ ഗാന്ധി തോമസിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. മാത്രമല്ല ഈ മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ചോദിച്ചറിഞ്ഞു. രാവിലെ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്ത ആദിവാസി യുവാവ് വിശ്വനാഥന്റെ വീട്ടിലും രാഹുൽ എത്തിയിരുന്നു. ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല ഈ അന്വേഷണത്തിൽ കൃത്യമായ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാവും എന്ന് ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് രാഹുൽ അവിടെ നിന്ന് കളക്ടറേറ്റിലേക്ക് വന്നത്. കളക്ടറേറ്റിൽ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് തോമസിന്റെ വീട്ടിലെത്തിയത്. തോമസിന്റെ വീട്ടിൽ നിന്ന് രാഹുൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി മീനങ്ങാടിയിലെ യോഗ സ്ഥലത്തേക്കാണ് രാഹുൽ നേരെ പോകുന്നത്. അവിടെ വെച്ച് ഈ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ ഈ കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ സംസാരിക്കും. ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന് വൈകിട്ട് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട്ട് നിർവഹിക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റിന് മുന്നിലുമാണ് സമരം. തലസ്ഥാനത്ത് BJPയുടെ പ്രതിഷേധവും ഉണ്ട്. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം കാണിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് 20ഓളം നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. എന്നാൽ പന്നിയങ്കര, കുഴൽമന്ദം, പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രാദേശിക നീക്കുപോക്ക് വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി വിട്ടുവീഴ്ച വേണം. അപ്പോൾ പണ്ട് വലിയ പാർട്ടിയായിരുന്നുവെന്ന് പറഞ്ഞ് അനാവശ്യ വാശി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJP ജുഡീഷ്യറിയിൽ ഇടപെടുന്നുവെന്നും മുഖ്യമന്ത്രി ഇത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ആവശ്യമാണ്. കേരളത്തിൽ BJPയും കോൺഗ്രസും സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും മുഖ്യമന്ത്രി. കുട്ടനാട് രാമങ്കരിയിൽ വിവിധയിടങ്ങളിൽ CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്.
മാമ്പുഴക്കരിയിൽ ഉച്ചയോടെയുണ്ടായ തർക്കമാണ് തുടർ സംഘർഷങ്ങൾക്ക് കാരണം. 308 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. മാമ്പുഴക്കരയിൽ അജിത്ത് എന്ന പാർട്ടി അംഗത്തെ ടിജിൻ എന്നയാൾ അധിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതാണ് തർക്കങ്ങൾക്ക് തുടക്കം. തർക്കത്തിനിടയിൽ സുബിൻ എന്ന വ്യക്തി ടിജിനെ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ടിജിന്റെ സുഹൃത്തുക്കളായ രഞ്ജിത്ത് രാമേന്ദ്രൻ, ശരവൺ എന്നിവർ രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച CPM പ്രവർത്തകരായ മറ്റൊരു വിഭാഗവുമായി ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിലേർപ്പെട്ട ഭൂരിഭാഗം പേരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഏറ്റുമുട്ടൽ രഞ്ജിത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റു. രഞ്ജിത്തിന്റെയും ശരവന്റെയും ആക്രമണത്തിൽ കിഷോർ എന്ന മറുവിഭാഗത്തിലെ ആൾക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സൈഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 പേരെ കുറച്ച് ആളുകൾ കൂടി ആക്രമിക്കുന്നതെന്ന് വിവരം കേട്ട് പോലീസ് ചെന്നു. ഇന്നിപ്പോൾ 2 പേര് പരിക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പോലീസ് ജീപ്പിലാണ് അവരെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കേസിൽ നമ്മൾ 9 പേരെ പ്രതിയായിട്ട് അവർ അവലാധികാരം പറഞ്ഞിട്ടുണ്ട്, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 5 പേരെ കസ്റ്റഡിയിലുണ്ട്, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 4 പേര് കിട്ടാനുണ്ട്. രഞ്ജിത്ത്, ശരവൺ എന്നിവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ശരവണിനെയും രഞ്ജിത്തിനെയും ആക്രമിച്ചതിൽ 308 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് 9 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിഷോറിനെ ആക്രമിച്ചതിൽ ശരവണിനും രഞ്ജിത്തിനുമെതിരെ തിരിച്ചും 308 പ്രകാരം കേസെടുത്തു. ഇവരെല്ലാം തന്നെ പാർട്ടി അനുഭാവികളും കുട്ടനാട്ടിലെ പ്രശ്നങ്ങളിൽ പാർട്ടി വിമത വിഭാഗത്തോടൊപ്പം നിൽക്കുന്നവരുമാണ്. ശരവണൻ ഔദ്യോഗികപക്ഷത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും രഞ്ജിത്ത് DYFI മേഖലാ സെക്രട്ടറിയുമാണ്. വിമത ഔദ്യോഗിക പക്ഷങ്ങളുമായി നിലനിൽക്കുന്ന മുൻ തർക്കങ്ങളും പ്രകോപനങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ആലപ്പുഴ. ഒരിടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ രോഗിയുമായി പോയ 108 ആംബുലൻസ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. അട്ടപ്പാടി ചുരത്തിലിറങ്ങിയ ഒറ്റയാന്റെ മുൻപിലാണ് ആംബുലൻസ് മുന്നോട്ടു പോകാൻ കഴിയാതെ ഏറെ നേരം കുടുങ്ങിക്കിടന്നത്. ഇതുവഴി എത്തിയ KSRTC ബസ്സും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. അട്ടപ്പാടി ചുരത്തിൽ വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഡ്രൈവർ മുന്നിൽ കാട്ടാനയെ കണ്ടത്. തുടർന്ന് 1 കിലോമീറ്ററോളം വാഹനം പുറകോട്ടെടുത്തു. ഇതുവഴി എത്തിയ KSRTC ബസ്സും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. ഒറ്റയാൻ റോഡിൽ തമ്പടിച്ചതോടെ 1 മണിക്കൂറോളം ഇരുഭാഗത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ചുരത്തിൽ കാട്ടാന ഇറങ്ങിയത് യാത്രക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോട്ടയത്ത് കൈക്കൂലി വാങ്ങിയ 3 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാജൻ, അജിത് ശിവൻ, അനിൽ MR എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ജെ ശ്രീജിത്ത് വീണ്ടും ചേരുകയാണ്. ശ്രീജിത്ത്, ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, തീർച്ചയായും കഴിഞ്ഞ മാസം 18-നാണ് ഇങ്ങനെയൊരു വിജിലൻസ് റെയ്ഡ് ഉണ്ടായത്. പക്ഷെ പിന്നെയും മോട്ടോർ വാഹന വകുപ്പ് ഈ അസിസ്റ്റന്റ് MVAമാരായ ഷാജൻ, അജിത് ശിവൻ, ഒപ്പം തന്നെ അനിൽ MR എന്നിവർക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. നടപടി പിന്നെയും വൈകുന്ന സാഹചര്യമായിരുന്നു ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് അത്രയും വലിയൊരു കൊള്ളയാണ് നടന്നത്. ഏതാണ്ട് 13 മാസത്തെ അഴിമതിയുടെ തെളിവുകളാണ് വിജിലൻസ് നേരിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഈ 3 പേരും ഈ ഭാരവാഹനങ്ങളിൽ നിന്ന് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഈ 3 ഉദ്യോഗസ്ഥർ ഭാരവാഹനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം വാങ്ങിയതായി, മാസപ്പടിയായി തന്നെ വാങ്ങിയതായി കണ്ടെത്തിയത്. ഏതാണ്ട് 6 ലക്ഷം രൂപയോളം ഇവർ വാങ്ങിയിരുന്നതായുള്ള തെളിവുകളാണ് ന്യൂസ് 18 അന്ന് ലഭിച്ചത്. അത് നമ്മൾ അന്ന് വാർത്ത നൽകുകയും ചെയ്തിരുന്നതാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇത്രയധികം ഗുരുതരമായ ക്രമക്കേടും അഴിമതിയും ഒക്കെ നടന്നിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഏതാണ്ട് 1 മാസത്തിന് അടുത്തെത്തുമ്പോഴാണ്, അതായത് ഈ വിജിലൻസ്
വിജിലൻസ് റെയ്ഡ് ഉണ്ടായി 1 മാസത്തിന് അടുത്തെത്തുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ വിജിലൻസിന്റെ റിപ്പോർട്ടും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും വിജിലൻസിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് മേഖലാ SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പരിശോധനകളും റെയ്ഡും മറ്റും നടത്തിയത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നതൊക്കെ നമ്മൾ പലതവണ കാണുകയും വിജിലൻസ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഷാജനെതിരെ വന്ന ചില ആരോപണങ്ങളിൽ വിജിലൻസ് തന്ത്രപൂർവ്വം അത് കാത്തിരിക്കുകയും ഇവരെ ഒരുമിച്ച് പിടികൂടുകയുമായിരുന്നു. കേവലം ഷാജൻ മാത്രമല്ല ഈ വിജിലൻസ് കേസിൽ അല്ലെങ്കിൽ അഴിമതി നടത്തുന്നത്, കൈക്കൂലി പണം വാങ്ങുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സമഗ്രമായി നടത്തിയ റെയ്ഡിനാണ് ഒരു ഓഫീസ് കോട്ടയം തെള്ളകത്തെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ 3 ഉദ്യോഗസ്ഥർ സംഘടിതമായി ഇത്തരത്തിൽ അഴിമതി നടത്തുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്ന് വ്യക്തമായത്. 13 മാസത്തെ തെളിവുകളാണ് അവർക്ക് ലഭിച്ചത്. വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ സസ്പെൻഷനിൽ ഒതുങ്ങുമോ നടപടി, അതോ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതാണ് രേണുക. മോട്ടോർ വാഹന വകുപ്പ് എത്രത്തോളം പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം സർക്കാർ നിയമനം നടത്തി കൃത്യമായ മാസശമ്പളവും കൊടുക്കുന്നവർ റോഡിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ തൊടുപുഴ റോഡിലാണ് അല്ലെങ്കിൽ ഇന്ന റോഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങി പിരിക്കുന്ന ഗുരുതരമായി സർക്കാരിനാകപ്പാടെ നാണക്കേടുണ്ടാകുന്ന നടപടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഈ വകുപ്പിൽ ജോലി ചെയ്യാൻ യോഗ്യരല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന രേഖകളാണ്, അവരുടെ സംഭാഷണങ്ങളടങ്ങുന്ന രേഖകൾ തന്നെ നേരത്തെ പുറത്തുവിട്ടതാണ്. സ്വാഭാവികമായും തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും വിജിലൻസിനെ സംബന്ധിച്ച് അവർ സ്വാഭാവികമായ പരിശോധനകൾ, തുടർ നടപടികൾ സ്വീകരിക്കും. ഇന്നിപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് തന്നെ അവർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ സാങ്കേതിക തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഷാജൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് അക്കൗണ്ടിലേക്ക് മാറുന്നു, പണം വാങ്ങുന്നു. ഒരാൾ നീതു S നായർ എന്ന പേരിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു, ഒരാൾ പിതാവിന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് വിജിലൻസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പോലീസിലെയൊക്കെ അഴിമതിയും ഒക്കെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ക്രമക്കേടുകൾക്ക് പെട്ടെന്ന് നടപടിയെടുക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ 1 മാസത്തോളം കാത്തിരുന്ന് നടപടിയെടുക്കുന്ന കാഴ്ചയാണ് എന്തായാലും കോട്ടയത്തെങ്കിലും കണ്ടിട്ടുള്ളത്. എന്തായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതാണ്, ശക്തമായ നടപടി വേണ്ടതാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഒരു സംഘടിതമായ കൊള്ള അത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് കോട്ടയത്ത് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുന്നതിനായി സർക്കാർ വായ്പയെടുക്കും. 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നാണ് എടുക്കുക. പുലിമുട്ട് നിർമ്മാണത്തിനായിട്ടാകും തുക വിനിയോഗിക്കുക. പുലിമുട്ട് നിർമ്മാണം 30% പൂർത്തിയായാൽ പണം അനുവദിക്കുമെന്ന് സർക്കാർ അദാനി ഗ്രൂപ്പിന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനു പുറമെ 850 കോടി കൂടി വായ്പയെടുത്ത് നൽകും. കരാർ പ്രകാരമാണ് നിർമ്മാണ കമ്പനിക്ക് സർക്കാർ വായ്പയെടുത്ത് നൽകുന്നത്. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർമ്മിച്ച കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ വിള്ളൽ. വൈറ്റില ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡ് പാലവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. മേൽപ്പാലത്തിൽ പരിശോധന നടത്തിയ PWD ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശം നൽകി. സുവി വിശ്വനാഥന്റെ റിപ്പോർട്ട്. ദേശീയപാതയിൽ കുണ്ടന്നൂർ മേൽപ്പാലത്തിലാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ വൈറ്റില ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിനോടും ഈ പില്ലറിനോടും ചേർന്നാണ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഗ്യാപ്പിന് ഒരടിയോളം ദൂരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒപ്പം ഇതിന്റെ ഇരുമ്പ് കമ്പികൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇരുമ്പ് കമ്പിയോടൊപ്പം വെച്ച ഈ തെർമോകോൾ ഷീറ്റുകളും മറ്റും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഒരു വിള്ളൽ, ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു വിള്ളൽ ഈ കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ കാണപ്പെടുന്നത്. അതിനുശേഷം ഈ വിള്ളൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ അപ്രോച്ച് റോഡ് താഴ്ന്നു വരുന്നു എന്ന് പറയുന്നു. ഈ താഴ്ന്നു വരുന്നതിന് പല ഘട്ടങ്ങളിലായി ടാറിങ്ങും മറ്റും നടത്തിയിരുന്നു. പക്ഷേ ആ ടാറിങ്ങും മറ്റും നടത്തിയിട്ടും അത് ഫലപ്രദമായില്ല. ഇപ്പോഴും അപ്രോച്ച് റോഡ് താഴുന്നുണ്ട്. ഈ അപ്രോച്ച് റോഡ് താഴുന്നത് കൊണ്ട് തന്നെ മൾട്ടി ആക്സിൽ വാഹനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ കുലുങ്ങുന്നു എന്നും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. PWD ആണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ പാലത്തിന്റെ കൈവരിയും അകന്ന് മാറിയ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം ഈ PWD ആണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ദേശീയപാത അതോറിറ്റിക്ക് ഇതിന്റെ ഈ പാലം ഇനിയും വിട്ടു നൽകിയിട്ടില്ല. അതായത് 2021 ജനുവരിയിലാണ് ഈ കുണ്ടന്നൂർ മേൽപ്പാലം
നിർമ്മിക്കുന്നത് വലിയ നാട്ടുകാരുടെ വലിയ ആവശ്യമായിരുന്നു. കുണ്ടന്നൂരിലെ ഒരു ബ്ലോക്ക് തീർക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുണ്ടന്നൂർ മേൽപ്പാലം ഉണ്ടാക്കിയത് തന്നെ. അത് പരിഹരിക്കപ്പെട്ടോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ്. എങ്കിൽ കൂടിയും ഇത്രയും വലിയ ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി നിർമ്മിച്ച കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം PWD ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇത് പരിശോധിക്കുകയും ചെയ്തു. PWD നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി, അതായത് മാതാ കൺസ്ട്രക്ഷൻസ് ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി മാതാ കൺസ്ട്രക്ഷനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് PWD അധികൃതർ നൽകുന്ന വിശദീകരണം. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ സാധാരണക്കാരോട് പോലീസിന്റെ ക്രൂരത. മുഖ്യമന്ത്രി കടന്നു പോകുന്നതിനാൽ മരുന്ന് വാങ്ങാനെത്തിയ ആളിന്റെ കാർ പാർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല. ഇന്നലെ കാലടി മറ്റൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. അസുഖമുള്ള കുഞ്ഞിന് മരുന്ന് വാങ്ങാനെത്തിയ അച്ഛനാണ് ദുരനുഭവം. മരുന്ന് കട അടപ്പിക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തി. നീ ഇവിടെ അവിടെ ഞാൻ വന്നത് സംശയമില്ല. ഈ കൊച്ചു പനിച്ചു വെക്കുന്നുണ്ടല്ലേ, മനസ്സിലായി? ഞങ്ങൾ എവിടെ നിർത്തി മേടിക്കണം? അല്ല, ഈ കൊച്ചിനെ ഇങ്ങോട്ട് സാറേ, ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ പോയി. ചേട്ടാ ഇങ്ങോട്ട് നോക്കണം. ഈ കൊച്ചിനെ തൊട്ട് നോക്കിട്ടോ. ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കടയിൽ കയറി സാധനം മേടിക്കും. ആ സാധനം മേടിക്കാൻ സമ്മതിച്ചില്ല. ആളെ ഇറങ്ങിപ്പോ പറഞ്ഞ് വണ്ടി മാറ്റി. ആ പറഞ്ഞു എന്താ അവര് ചെയ്യണേ? ഈ മരുന്ന് എന്തിനുള്ളായിരുന്നു? കൊച്ചിന് സുഖമില്ലാത്തന്നെ മരുന്ന്, പനിക്കും മറ്റേ ഫിക്സിന് വേണ്ടിയുള്ള മരുന്നാണ്. കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് എന്തും സംഭവിക്കാം. ഇത് ആര് സമാനം പറയും? ഏകദേശം എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ മരുന്നായിരിക്കും? ഒരു 3 വയസ്സ് താഴെ. എപ്പോഴായിരുന്നു ഇത് സംഭവം? എപ്പോഴായിരുന്നു ശരിക്കും? വൈകിട്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിന് മുമ്പ്. മുഖ്യമന്ത്രിയുടെ വാഹനമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കുറെ വാഹനങ്ങൾ മന്ത്രിയുടെ കൂടി വെച്ച് പോകും. അതായിരുന്നു നമുക്ക് പറയാനുള്ള. ആംബുലൻസ് ഉണ്ട്, അതിന്റെ കൂടെ കുറെ പോലീസ് വണ്ടികളുണ്ട്. ഈ ശരിക്കും ചേട്ടൻ അവര് മരുന്ന് മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നതാ? ഷോപ്പിലേക്ക് വരുന്നപ്പോ അവരെ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല. കാറിൽ നിന്ന് അവരെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. കൊച്ചിന് മരുന്ന് മേടിക്കാന്ന് പറയുമ്പോൾ എടുത്ത വഴി പുള്ളി പറഞ്ഞത് അതൊക്കെ എനിക്ക് മനസ്സിലായി. വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ്. വണ്ടി സാമാന്യ മര്യാദയ്ക്ക് ഇഷ്ടം പോലെ സ്ഥലം അവിടെ സൈഡിലുണ്ട്. നിങ്ങൾ വണ്ടി ഒതുക്കിയിടും, അതിന് മരുന്ന് മേടിക്കും. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണ്ടേ? ഇവര് മരുന്ന് ചേട്ടൻ മേടിച്ച് കൊണ്ടു കൊടുക്കുന്നതാണോ എന്നിട്ട് ആ വീഡിയോയിലുള്ളത്? അവരുടെ കയ്യിൽ മരുന്നിരിക്കുന്നു. മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് സൈഡിലേക്ക്. അത് ചേട്ടന്റെ അടുത്തുനിന്ന് വന്നിട്ട് അടുത്ത് മരുന്ന് മേടിച്ചുകൊണ്ട് സൈഡ് എടുത്തേക്ക് വിവരം പറഞ്ഞു. പിന്നെ വീണ്ടും അവിടെ കിടന്ന് ഈ SI ഇവരോട് ആക്രോശിക്കുകയാണ്. അതൊക്കെ കാണണം, വീഡിയോ കാണാം. അന്നേരമാണ് ഞാൻ ചെന്നത്. അതായത് ചേട്ടന്റെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങിയിട്ടാണ് വീഡിയോയിൽ SIയുടെ മുമ്പിലേക്ക് പോണത്. അന്നേരമാണ് SI വീണ്ടും ഇവരെടുത്ത് ആക്രോശിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മരുന്ന് മേടിക്കാൻ പാടില്ല. വേറെ മരുന്ന് മേടിക്കാൻ എന്താ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്. മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെ അവധിയാണ്. ആകെപ്പാടെ അവർ അന്വേഷിച്ച് പിടിച്ച് വന്നൊരു മെഡിക്കൽ ഷോപ്പാണ്. അവിടെ ഇവർ ഇറങ്ങാനും സമ്മതിച്ചില്ല. സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് എല്ലാം അവധിയായിരിക്കും. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടിയാണ് പോലീസുകാരന്റെ ഇടപെടലെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ സാഹചര്യം വിശദീകരിച്ചിട്ടും ധാർഷ്ട്യത്തോടുകൂടി പോലീസുകാരൻ പെരുമാറി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ പരാതികളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് കട ഉടമയുടെ വാക്കുകളാണ്. ഈ പോലീസ് ശകാരിച്ച സാധാരണക്കാരനായ കുട്ടിക്ക് മരുന്ന് മേടിക്കാൻ എത്തിയ ആളെ കണ്ടെത്താനോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ കടക്കാരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നലെ കാലടി മറ്റൂർ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മറ്റൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. ഇതിൽ ഇവർ പറയുന്നത് അവിടെ സാധാരണഗതിയിൽ അതീവ സുരക്ഷാ മേഖല, പ്രത്യേക സുരക്ഷാ സെക്യൂരിറ്റിയോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല. ഇന്നലത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അതിൽ മുഖ്യമന്ത്രി ഇന്നലെ അതുവഴി കടന്നു പോയിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ട് എന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. അതിൽ വാഹനം പാർക്ക് ചെയ്ത്, അതായത് നെടുമ്പാശ്ശേരിയിലേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുവിടാനായിട്ട് പോയ പിതാവും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടിയും, ഇവർ രണ്ടുപേരുമാണ് കാറിലുണ്ടായിരുന്നത്. പോയി തിരിച്ചു വരുമ്പോഴാണ് അവിടെ ആക്കിയ ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ കുട്ടിക്ക് പനിക്കുകയും പനിയുള്ളതായി മനസ്സിലാക്കുകയും തുടർന്ന്
മരുന്ന് വാങ്ങിക്കാനായിട്ട് അടുത്ത് കണ്ട മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തേക്ക് ഒതുക്കുകയും ചെയ്തു. പക്ഷെ അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് കടന്നു വരികയായിരുന്നു. കാലടി സ്റ്റേഷനിലെ ASI ആണ് അവിടേക്ക് വന്നതെന്നാണ് പിന്നീട് പരിസരവാസികൾ പറയുന്നത്. അദ്ദേഹം വരികയും വാഹനം ഇവിടെ നിന്ന് ഉടനടി മാറ്റണമെന്നും ഇവിടെ നിന്ന് പെട്ടെന്ന് നീങ്ങണമെന്നും എല്ലാം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ കുട്ടിയുടെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ മരുന്ന് മേടിക്കാൻ പോയ കുട്ടിയുടെ അച്ഛൻ ശരത്ത് നമുക്കൊപ്പം ഉണ്ട്. ശരത്ത്, എന്താണ് സംഭവിച്ചത്? അനാവശ്യമായി പോലീസ് തട്ടിക്കയറുകയായിരുന്നു. അതെ, ഞങ്ങള് മരുന്ന് വാങ്ങാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ കുട്ടിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എടുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത്, വണ്ടി എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു. എവിടെയും പോകുന്ന വഴിക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ നിർബന്ധപൂർവ്വം പുള്ളി യാത്ര പറഞ്ഞു വിട്ടു. അപ്പൊ ഞങ്ങൾ 1 കിലോമീറ്ററോളം മുമ്പോട്ട് പോയിട്ട് മെഡിക്കൽ ഷോപ്പുകളൊന്നും കണ്ടില്ല. തിരിച്ചു വന്നിട്ട് ആ മെഡിക്കൽ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിന്റെ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിന് ശേഷമാണ് എന്റെ ബ്രദർ പോയിട്ടാണ് മരുന്ന് വാങ്ങിയിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ആ റോഡിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ മരുന്ന് കാണിച്ചു. സാർ മരുന്ന് വാങ്ങാൻ തന്നെയാണ്, കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തട്ടിക്കേറുകയും വണ്ടിയുടെ പേപ്പർ കാണിക്കാനും ലൈസൻസ് കാണിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക്. അപ്പൊ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ കുട്ടിയെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പൊ അന്നത്തേക്ക് ആൾക്കാരൊക്കെ ചുറ്റും കൂടാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ഭയങ്കര മോശമായിട്ട്, അതായത് ഷൗട്ട് ചെയ്യണം, ഭയങ്കര ഷൗട്ട് ചെയ്യണം, വണ്ടി എടുത്തോണ്ട് പോക്കോ, നിങ്ങൾ പോകുന്ന വഴിക്ക് അന്യ ഷോ ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആരോടും നടക്കുള്ളൂ. അദ്ദേഹം ഞങ്ങളോട് യാതൊരു എക്സ്പ്ലനേഷനും പറഞ്ഞില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് യാതൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇവിടുന്ന് മരുന്ന് വാങ്ങാൻ പറ്റില്ല. എന്താണ് കാരണം എന്താണ് പറയുന്നത്? ഒരു കാരണവും പറഞ്ഞില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. ഒരു കാരണവും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അക്കാര്യം നിങ്ങളോട് വിശദീകരിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ അതിനുശേഷം ഒരു 1 അവറിന് ശേഷം, ഒരു ഹാഫ് ആൻ അവറിന് ശേഷമാണ് അത് അറിയുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങളെ പാസ് ചെയ്ത് പോയി. ഏകദേശം ഞങ്ങൾ വാറ്റുകൂടി എടുക്കാറായ സമയത്ത് പാസ് ചെയ്ത് പോയി. അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുഖ്യമന്ത്രി പോകുന്നതാണെന്ന്. അത് ശരിക്കും അദ്ദേഹത്തെ കരിവാരിത്തേക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളൊക്കെ ആയിരിക്കാം എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് ഞങ്ങളോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നോർമലി ആരാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അല്പം മനുഷ്യത്തോടെ സംസാരിക്കില്ല. അതൊന്നും ഇല്ലാതെയാണ് സംസാരിച്ചത്. ഈ കടക്കാരനോടും തട്ടിക്കയറി അല്ലേ? ഇത് കണ്ടുകൊണ്ട് കടക്കാരൻ ചോദിക്കാൻ വന്നു. അതായത് അദ്ദേഹം കണ്ടതാണ് ഞങ്ങൾ ആദ്യം വണ്ടി നിർത്തും പോകുന്നതും തിരിച്ചു വരുന്നതും ഇതിന്റെ മരുന്ന് മേടിക്കുന്നതൊക്കെ. പുള്ളിയുടെ അടുത്ത് മരുന്ന് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി വന്നു. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ കട ഞാൻ പൂട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് ഈ ഒരു ദൃശ്യങ്ങളിലുണ്ട്. ശരി, വളരെ നന്ദി ശരത്ത്, ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അമിത സുരക്ഷ അത് സാധാരണക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി അത്തരം കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. ശരത്ത് തുടരുന്നുണ്ടോ? ശരത്തിന് കേൾക്കാമോ? ശരി, ഡാനി പോളിലേക്ക് വീണ്ടും പോവുകയാണ്. ഡാനി, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഉണ്ടായ മോശം അനുഭവം എന്താണ് എന്ന് നമ്മളോട് പറയുകയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനോട് മോശമായി പെരുമാറുന്നു. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടും കുട്ടിയെ കൂടെ കണ്ടിട്ടും അതിന് ഫിക്സ് വരുന്ന കുട്ടിയാണ്, ആ സാഹചര്യം ഒക്കെ പറഞ്ഞിട്ടും പോലീസുകാരൻ ശകാരം തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, മരുന്ന് കൊടുത്ത ഷോപ്പിന്റെ ഉടമയെ കൂടി അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ കടയടപ്പിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണി പോലീസുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ ഈ രീതിയിൽ ഒഴിപ്പിക്കുന്നതൊന്നും അത് ആവശ്യമുള്ളതാണോ? ആ റോഡ് നമുക്ക് കാണാം, വളരെ വീതിയുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരം വലിയ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ? രേണുക, കാലടി, മറ്റൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ദേശീയപാതയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വളരെ സാമാന്യം, എറണാകുളം നഗരത്തെ അപേക്ഷിച്ച് സാമാന്യം വീതി കൂടിയ റോഡുകളാണ്. വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാൻ കഴിയും. പക്ഷെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പോലീസ് ജാഗ്രത കാണിച്ചതുകൊണ്ടാവാം ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പക്ഷെ ഇതിൽ കുട്ടിയാണ്, അതോടൊപ്പം തന്നെ ഒരു പിതാവ് മരുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമാകുന്നു. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും ഈ മറ്റുള്ളവരോടെന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധത്തെ നേരിടുന്ന സ്വഭാവത്തോടുകൂടി ഇതിനെ നേരിടേണ്ടതുണ്ടോ എന്നാണ് പൊതുവായൊരു ചോദ്യം ഉയരുന്നത്. കാരണം മരുന്ന് വാങ്ങിക്കാൻ ഉൾപ്പെടെയുള്ള ഒരു ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഈ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴികളിലുള്ളവർ ഇത്തരം ആവശ്യങ്ങളായിട്ടെല്ലാം വരുമ്പോൾ എന്താണ് പിന്നീട്
അവരെയും ഏത് ഗണത്തിൽപ്പെടുത്തിയാണ് പോലീസ് കാണുന്നതെന്നാണ് ഒരു വലിയ ചോദ്യമായിട്ട് മാറുന്നത്. ഒന്നുകൂടെ തുടരുക. ശരത്ത് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, നിങ്ങൾക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെയും ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ സമയം മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നിങ്ങളോട് മോശമായി സംസാരിച്ചു എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസുകാരനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് മുതിരുന്നുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? പോരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞങ്ങളുടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി, ഇനി വല്ല പെറ്റിയോ വല്ല അടിച്ചോ വല്ല കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണെന്ന് സംശയം ഉണ്ടായി. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ യാത്ര തുടരുന്നതിന് മുമ്പ് തന്നെ ആലുവ റൂറൽ എസ് പിക്ക് ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ പരാതി പറയുകയുണ്ടായി. കൺട്രോൾ റൂമിലും വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി അയച്ചിട്ടുണ്ട്, മെയിലായിട്ട് അയച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ മുമ്പോട്ട് വന്നതാണ് ഞങ്ങൾ തീരുമാനം. ഈ പോലീസുകാരന്റെ മോശം പെരുമാറ്റത്തിന്റെ പേരിലാണ് അല്ലേ? എന്താണ് നിങ്ങൾ ആ പരാതിയിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്? എന്താണ് ഈ ഒരു പോലീസുകാരന്റെ മാത്രം പെരുമാറ്റം തന്നെയാണ്. പോലീസ് സേനയുടെ മൊത്തം പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഇദ്ദേഹത്തിന് ഞങ്ങളെ കേൾക്കാനുള്ള ഒരു ഇത് പോലും, ഞങ്ങളുടെ കുട്ടിയെ കണ്ടതാണ്, കുട്ടീന്റെ തോളിൽ പനിച്ച് കിടക്കുന്ന പുള്ളി കണ്ടതാണ്. അതിന് ഒരു മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം ഇദ്ദേഹത്തിന് മാത്രം കുഴപ്പമാണ്. അദ്ദേഹം ഞങ്ങളോട് എന്തോ മുൻവൈരാഗ്യത്തോടുകൂടി സംസാരിക്കും. അതായത് കൊലപാതകളോട് അല്ലെങ്കിൽ കുറ്റവാളികളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് അറിയാം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ എന്തോ മോശമായിട്ടൊക്കെ മുൻവിധിയോടുകൂടി സംസാരിച്ചു. നടപടി എടുക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്തായാലും നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും അല്ലേ? ഉറപ്പായിട്ടും. ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നോ? എന്താ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്കുണ്ടായ മോശം അനുഭവം എന്ന് ചോദിച്ചറിയാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ആരും വിളിച്ചിട്ടില്ല. വേറെ ഇപ്പം ചാനലുകാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വേറെ ആരും വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല. പരാതി കൊടുത്തതിന് മറുപടിയും കിട്ടിയിട്ടില്ല. ഈ കടയുടമയ്ക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് കണ്ടിരുന്നു. അല്പം മുമ്പ് ഞങ്ങൾ കാണിച്ചിരുന്നു പ്രേക്ഷകരെ. കടയുടമ ഏതെങ്കിലും തരത്തിൽ പരാതി മൂവ് ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ സംസാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, ശരി ശരത്ത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആലുവ സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ശരത്ത് പറയുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും മോശം അനുഭവം പോലീസുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായി. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാതി. സാധാരണക്കാരെ വലച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ടോ, ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് വീണ്ടും ഉയരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. നീ ഇവിടെ നിന്ന് അവിടെ ഞാൻ വന്നത് സംശയമില്ല. ഈ കൊച്ചു പനിച്ചു വെക്കുന്നുണ്ടല്ലേ? മനസ്സിലായി. ഞങ്ങൾ എവിടെ നിർത്തി മേടിക്കണം? അല്ല, ഈ കൊച്ചിനെ ഇങ്ങോട്ട് ഇതൊക്കെ സാറേ, ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ പോയി. ചേട്ടാ ഇങ്ങോട്ട് നോക്കണം. ഈ കൊച്ചിനെ തൊട്ട് നോക്കിട്ടോ. ഇടവേള.